നിങ്ങൾ റീസെന്റ് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും യൂറോപ്പിൽ ഭയങ്കര ചൂടാണ്. ആ ചൂട് കാരണം അവിടുത്തെ റോഡൊക്കെ മെൽറ്റ് ചെയ്ത് പോവാം, റെയിൽവേസ് ഒക്കെ ഡിസ്റ്റോർട്ട് ആവാം. അപ്പൊ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ റീസൺ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ചൂടാണ്. ജിയോഗ്രഫിക്കലി നമ്മൾ നോക്കാന്ന് വെച്ചാൽ യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി റീജിയൻ ആണ്. അപ്പൊ അവിടെ ഹാർഷ് ക്ലൈമറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ക്ലൈമറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടുത്തെ റോഡൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് ഈ കോൾഡ് ക്ലൈമറ്റിനെ മുൻനിർത്തിയാണ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ബിൽഡ് ചെയ്തതാണ്. അപ്പൊ അവിടെ റോഡൊക്കെ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്, ബൈൻഡിങ് മെറ്റീരിയലാണ് ബിറ്റുമിൻ. അപ്പൊ അവിടെ ഹാർഷ് ക്ലൈമറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ക്ലൈമറ്റിനെ മുൻനിർത്തിയാണ് അവിടുത്തെ റോഡൊക്കെ ബിൽഡ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പോലെയല്ല, ഇന്ത്യയിലത്തെ റോഡ് ചൂടൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ചൂട് എത്ര ചൂടായാലും അത് ക്രാക്ക് ഒന്നും ഉണ്ടാവില്ല, മെൽറ്റൊന്നും ആവില്ല. യൂറോപ്പിലത്തെ റോഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ബിറ്റുമിൻ. ഈ ബിറ്റുമിൻ തന്നെ പല വേരിയന്റുകളുണ്ട്. ഇന്ത്യയിൽ നോക്കാന്ന് വെച്ചാൽ VG30 പോലെയുള്ള ബിറ്റുമീനാണ് ഇന്ത്യയിലത്തെ റോഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ സംബന്ധിച്ച് യൂറോപ്പിലെ സോഫ്റ്റ് ഗ്രേഡ് പെനിട്രേഷൻ ബിറ്റുമീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് റോഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, സാധാരണ VG30 ബിറ്റുമിൻ നമ്മൾ യൂറോപ്പിൽ ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ക്ലൈമറ്റിൽ അത് ബ്രിറ്റിൽ, ദാറ്റ് ഈസ് പൊടിഞ്ഞു പോകും. അതേസമയം ഈ സോഫ്റ്റ് പെനിട്രേഷൻ ബിറ്റുമിൻ ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ക്ലൈമറ്റിൽ ക്രാക്ക് ഒന്നും ഉണ്ടാവില്ല, ദാറ്റ് ഈസ് ഹാർഡായിട്ട് നിൽക്കും. അതേസമയം VG ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക. ഇന്ത്യയിലത്തെ റോഡ് മെൽറ്റ് ആവാണ്ടിരിക്കാൻ കാരണം VG30 ബിറ്റുമിൻ വേരിയന്റുകൾ ഉപയോഗിക്കണ കാരണമാണ് മെൽറ്റ് ആവാത്ത റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്ന വെച്ചാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.